ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിതാ പുറത്തേക്ക് പോകുന്നു കേട്ടോ, പാലത്തിന്. അപ്പോൾ ഞാൻ ഇന്നിതാ പാലക്കാട് പോവുകയാണ് താത്താനായിട്ട്. അപ്പോൾ ചെറിയൊരു കുട്ടി വ്ളോഗ് എടുക്കാൻ വിചാരിച്ച്, കുറേ ആയില്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് റെഡി ആവട്ടെ കേട്ടോ, സമയമില്ല. താത്ത ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞു. ഞാൻ വേഗം ഒരു ഡ്രസ്സ് മാറ്റട്ടെ. ഡ്രസ്സ് മാറ്റിഞ്ഞ് ഒരുങ്ങാട്ടെന്ന് കണ്ണൊക്കെ മുഖക്കുന്നതാക്കാനുണ്ട്. അപ്പോൾ നമ്മളത് ചെറിയൊരു വ്ളോഗായിരിക്കും, അധികമൊന്നും ചെയ്യില്ല. എപ്പോഴും വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിക്കും, പറ്റണില്ല. കുറേ ആയി വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഫേസെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഷോളൊന്ന് ചുറ്റിക്കെട്ടാണ്. ഫാൻ ഓർമ്മയില്ല, ഓഫാക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഷോള് ചുറ്റിക്കെട്ടിരിക്കുന്നു. ഭംഗിയുണ്ടോ? നല്ല ഭംഗിയുണ്ട്. കണ്ണാടി കൂടെ കാണുമ്പോൾ വേറെ ഏതൊരു മുഖം പോലെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആൻസിത്താത്തൻ്റെ കുട്ടീനെ കാണിച്ചു തരാം. എന്നെ ആൻസിത്താത്തനത്തിൽ പോകട്ടെ. ആരുമില്ല, ക്ലിയറില്ലേ? നമ്മൾ ആൻസിത്താത്തൻ്റെ കുട്ടീനെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഞാൻ അൻസ്താത്താൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടി പോണ്. പക്ഷെ കുട്ടീനെ കാണാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ അവിടെ അടുക്കളയിൽ മരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് AC വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളിപ്പോൾ പുതിയത് വെച്ചത്. ഇന്ന് വെച്ചതാണ് കേട്ടോ. നല്ല കാറ്റ് വരുന്നുണ്ട്. AC കാറ്റാണ് വരുന്നത്. പുതിയ AC വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ AC തണുപ്പ് വരുന്നില്ല പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാണ് മദറിൽ. നമ്മളത് താത്തത് പരിഹരിച്ചും കൊണ്ടിരിക്കുന്നു. ഇവിടെ തൊണ്ട അടഞ്ഞു പോയിരിക്കുന്നു. തട്ടം ചുറ്റിയിട്ട് താത്ത ഭയങ്കര തിരക്കിട്ട പണിയിലാണ്. എന്നാൽ ശരി, ബാ. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അയ്യോ, വെയിൽ ക്ലിയറില്ലല്ലേ? അപ്പം നമ്മൾ എന്തിനാ പോണത് താത്ത? എന്ത്? നമ്മൾ എന്തോ ഒരു ലൈറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. വീടുകളുടെ മേലെ ഇങ്ങനെ തൂങ്ങുന്ന ലൈറ്റ്. അപ്പം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുള്ളൂ. എപ്പോഴും വീഡിയോ എടുക്കും, പക്ഷെ ഞാൻ മറക്കും. അതുകൊണ്ട് അധികം വീഡിയോ ഒക്കെ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കടയിലെത്തി എല്ലാം മറക്കുകയാണ്. പ്രത്യേകിച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാൽ എന്തായാലും മറക്കുകയാണ് കേട്ടോ. എന്തൊരു കാറ് വരുന്നുണ്ട്. അപ്പം എന്താണ്, സാധാ പോണ വഴി തന്നെയാണ്. മുമ്പത്തെ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട് വഴികളൊക്കെ. അതേ വഴിയാണ്. കാറുകാരൻ കടന്ന് കറങ്ങണല്ലോ. ഗൈസ്, ഒരബദ്ധം ചെയ്തു. ബസ്സിനുള്ള പൈസ എടുത്തില്ല. അപ്പോൾ ഇനി കടയിൽ പോയി ഗൂഗിൾ പേ ചെയ്തിട്ട് പൈസ എടുക്കണം. ബസ് വരാറായി തോന്നുന്നുണ്ടോ? അപ്പം ഞങ്ങളിതാ കടയിലാണ്. എന്തെങ്ങനെ ഇരിക്കുന്നത്? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഡ്രസ് വന്നിട്ട് അരമണിക്കൂർ ബസ് വന്നിട്ടില്ല. അരമണിക്കൂറായി ഞങ്ങളിരിക്കും. 4:10 ബസ്. ഇപ്പോൾ 3:55 ഇരിക്കണം. ഇത് നോക്കിയിട്ട് ഒരു കൊല പഴം ഇരിക്കുന്നത്. അതിന് നിനക്ക് ഇഷ്ടമല്ല ഏതാ ചേർത്ത് കഴിച്ചോ? അതല്ല തന്നെ. അപ്പോൾ നമ്മൾ പാലക്കാട്
നല്ല താത്ത ഓടുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ഷോപ്പ്. നമ്മളിവിടുന്ന് വേഗം ഓടുന്നുണ്ട്. എന്താ നല്ല താത്ത ഓടുന്നുണ്ട്. എന്ത് ഗൈസ്, നമ്മൾ അടുത്ത കടയ്ക്ക് കയറിയിരിക്കും. താത്ത അവിടെ നിന്ന് മെല്ലെ എസ്കേപ്പായി. പാവം ടയറകത്ത് ഇപ്പോൾ വരാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് കയറാൻ വേണ്ടി കട. ആഹാ, ഇത് നോക്ക് താത്ത കടയിൽ പറഞ്ഞാൽ മതി. അങ്ങനെ ലൈറ്റുകൾ ഗൈസ് അതില്ല അടിപൊളി സാധനം. ആ കടലിങ്ങാട്ടി നല്ല ഭംഗിയില്ല കാണാൻ. ഗൈസ് അടിപൊളി. ഞാൻ ഇത്രയും ഭംഗിയുള്ളത് എവിടെയും കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. ഇത് അടിപൊളി ലൈറ്റാണ്. ഇത് ഞാൻ എവിടെയെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പാലക്കാട് എന്താണ് ഡ്രസ് വേൾഡിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ നേരെ ഉള്ളിക്കായിട്ട് ഇതിൻ്റെ എന്തോ പറയും. ഞാൻ ഈ ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല ഒന്നാമത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നമ്മളിവിടുന്ന് ഇറങ്ങാനിട്ടാ. നമുക്ക് ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ശരീരത്ത്. അപ്പം നമ്മൾ എടുക്കാൻ വരണം. നമ്മൾ ബസ്സിനാണ് വന്നത്. ബസ്സിൻ്റെ ഓട്ടോ എടുത്ത് വരേണ്ടി വരും. ഇവിടുന്ന് ഇറങ്ങി നിൽക്കാം. ഇത് നമ്മുടെ നെക്സ്റ്റ് ഷോപ്പാണ് കേട്ടോ നമ്മൾ കയറിയത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി എന്തായാലും ഇതിൽ നിന്ന് എടുക്കണം പറഞ്ഞിട്ടാണ്. നല്ല ഭംഗിയില്ലേ? നീ പറയൂ എങ്ങനെ ഇങ്ങനെ എടുക്കണം. പാലക്കാടുണ്ട്. നമ്മുടെ ഡ്രസ് വേൾഡിന്റെ അടുത്തുകൂടെ ഉള്ളിക്ക് കയറുന്ന റോഡാണ്. ഷോപ്പിന്റെ പേര് ഷോപ്പിന്റെ പേര് സുബിക്സ്. അതിന്റെ തൊട്ടടുത്താണ് കേട്ടോ. ഫസ്റ്റ് മുന്നിൽ വരുന്ന ഷോപ്പാണ്. മേലെയാണ് കേട്ടോ. നിങ്ങൾ താഴെ നോക്കി കണ്ട മേലേക്ക് നോക്കിയാലേ കിട്ടുള്ളൂ. ആ അപ്പൊ എന്തായാലും അടിപൊളി കളക്ഷൻ ഉണ്ട്. നിങ്ങൾ എന്തായാലും വരിക. നല്ല ഭംഗിയുണ്ട്. എല്ലാവരും കാണിച്ചു കൊടുക്കാം. നല്ല വെറൈറ്റി നല്ല ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട്. ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാട്ടോ. പാലക്കാട് മേലാമുറി മാർക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ലൂമിക്സ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട്. നല്ല നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ, ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളതും ഒരു നമുക്ക് നമ്മുടെ ഇതേപോലെ വെക്കാനൊക്കെ ആയിട്ട് 400 രൂപ ചെറുതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല റേറ്റ് കുറവുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൽ അവർ ചെയ്തുതരും. ഇതേപോലത്തെ മോഡൽ വേറെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ചെയ്തുതരും കേട്ടോ. അടിപൊളിയാണ്. കസ്റ്റമർ സർവീസ് ഒക്കെയാണ് ഇവിടെ തന്നെ ചെയ്തുതരും. ആകെ ഒരൊറ്റ മണിക്കൂർ മതി. അതിൻ്റെ ഉള്ളിൽ അവരെല്ലാം ചെയ്തുതരും കേട്ടോ. നിങ്ങളിതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മുടെ 400 രൂപ പറഞ്ഞതാണ് ആ വഴി. ഇതൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. ഇതൊക്കെ 400 ആ റേറ്റിലുള്ളതാണ്. 400 സ്റ്റാർട്ടിങ് ഒരു 500 400ൻ്റെ ഉള്ളിലായിട്ട് വരും. പക്ഷെ നമ്മളെ പാലക്കാട് നോക്കുമ്പോൾ ഞങ്ങൾ 4 ഷോപ്പ് 5 ഷോപ്പ് അന്വേഷിച്ചതിൽ ഏറ്റവും ഒത്തിരി ബെറ്റർ ആയിട്ടുള്ളൊരു കളക്ഷനും പ്രൈസ് ഞങ്ങൾക്ക് ഇവിടെ കണ്ടത്. അപ്പോൾ ഓക്കെ, എല്ലാവരും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. എൻ്റെ ഷോളൊക്കെ എന്താ പോലെയായി. ബാഗ് ഇപ്പുറത്തായിരുന്നത്. ഞാൻ എടുക്കാം. ഇതൊന്നും ഞാൻ പിടിക്കുന്നതാണ്. നടക്കട്ടെ. എൻ്റെ ബാഗാണ്. എൻ്റെ ബാഗ് പറഞ്ഞാൽ മദറിൻ്റെ ബാഗാണ്. ഓ നീ ബാഗൊന്നും വിട്. കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഷോപ്പിലേക്ക് പോകാനുള്ള കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോ കാണിക്കാം.
ഡ്രസ് വേൾഡ് പറയുന്നത് അല്ല അല്ല, ഇതാണ് ഇതിൻ്റെ നേരെ ടോപ്പിലായിട്ട് വരും. ഇതാണ് ഷോപ്പ് കേട്ടോ. ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ. ഈ സ്റ്റെയർ വഴിയാണ് കയറി പോകേണ്ടത്. ഇതാണ് നമ്മുടെ പാലക്കാട് മേലാമൂറി ഫിഷ് മാർക്കറ്റിന് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ നല്ലൊരു പഴം വാങ്ങണം. ഇതിന്റെ പേരെന്താ? കദളി. കദളിന്നാ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ. ചന്തള്ള മാങ്ങ കണ്ടോ. അതാണ് നമ്മുടെ ഡ്രസ് വേൾഡിന്റെ ആ വഴിയാണ്. അവിടെ നിന്ന് നേരെ വന്ന എവിടെ ആ കാണുന്ന ലൈറ്റിന്റെ ഫ്രണ്ടിലാണ് കേട്ടാ നമ്മുടെ ഷോപ്പ് വന്നിട്ട്. നമുക്കൊരു പഴം ഫ്രീ ആയിട്ട് കിട്ടി. ഗായ്സ് നമ്മൾ ഇരുട്ടായിട്ടാ. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നേരം വൈകിട്ട് നമ്മൾ നടക്കുന്നത്. ആണ് നല്ല ഭംഗിയൊക്കെ. നമ്മൾ ഇക്കൊക്കെ ഉള്ള സമയത്താണ് ഈ രാത്രി നടക്കാറ്. നമ്മുടെ പാലക്കാടൊക്കെ പുരോഗമിച്ച് വരുന്നുണ്ട് അല്ലേ? ഇത് നമ്മുടെ ഇത് സുൽത്താൻ പേട്ടല്ലേ താത്ത? നേരെ നമ്മുടെ ഞാൻ ഇല്ലാണ്ട് ബസ് ഓടില്ല. പിന്നെ ഞങ്ങളുടെ വീട് അവിടെ അല്ലേ? അപ്പൊ ഗായ്സ് നമ്മൾ നടന്ന ഒരു വഴിയായി. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അയച്ചിട്ട് വയ്യ. താത്ത വെള്ളം വാങ്ങാൻ പോവുകയാണിട്ടാ. താത്ത വെള്ളം വാങ്ങാൻ പോകുന്ന ബസ്സിൽ ഒരു മനുഷ്യനില്ല. നിങ്ങളാണ് എന്നെ നോക്കേണ്ടത്. അപ്പോൾ ബസ്സിൽ സമയം ആയിട്ടുണ്ടാവില്ല, ഞാൻ വിളിക്കാം. അപ്പോൾ ബസ്സിൽ ആളില്ല. ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണ് വിചാരിച്ചാൽ നമ്മുടെ ഈ കേരളത്തിൽ സമാധാനമായിട്ട് സന്തോഷത്തോടെ ഒരു പെൺകുട്ടിക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ട് മനസ്സിൽ. അതുകൊണ്ടാണ് ഒരു വ്ളോഗും വീഡിയോ ഒക്കെ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട്. എന്തായാലും എപ്പോഴും ഒരു അറ്റാക്ക് നമുക്ക് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു അപകടം എപ്പോഴാണെന്ന് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും തോന്നൂരിൽ നിന്ന് പാലക്കാട് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ എനിക്ക് കൂടുതൽ കിട്ടുന്ന ബസ് പ്രഭയാണ് കേട്ടോ. പ്രഭയിൽ ബസ്സിൽ പാട്ടേ ഇല്ല. അപ്പം ഞാൻ ആ ഏട്ടനോട് എപ്പോഴും പാട്ട് വെക്കാൻ പറയും. ആ ഏട്ടൻ എവിടെ? ഇതാ അപ്പുറത്തിരിക്കുന്നതാ. ഇവിടെ 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 സൂം ചെയ്യാൻ പറ്റില്ല അല്ലേ? കാണിച്ചു തരട്ടെ ഞാൻ നിങ്ങൾക്ക്. നമ്മുടെ കിളി ഉണ്ടോ? പൈസ വാങ്ങുന്ന ആളിനെ എനിക്ക് എന്താ പറയാനറിയില്ല. അപ്പോൾ ആ ബസ്സിലാണ് എനിക്ക് കൂടുതലും എനിക്ക് ആ ബസ്സാണ് കേട്ടോ കിട്ടാറ്. പുറത്ത് എപ്പോഴും പോകുമ്പോൾ ആ ബസ്സാണ് എനിക്ക് കിട്ടാറ്. അപ്പോൾ ഒന്നാമത് അതിൽ പാട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ആ ഏട്ടനെ ഇങ്ങനെ പ്രാന്താക്കും, പാട്ട് വെച്ചോടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വരുമ്പോൾ നേരെ ഞങ്ങൾക്ക് ആ ബസ്സാണ് കിട്ടി. പക്ഷെ ആ ബസ്സിൽ നിന്ന് കുത്തന്നൂർ മുപ്പുഴ വഴിയാവും, ഏതൊരു വഴി കൂടെ പോകണേ. അപ്പോൾ ആ ബസ് ഞങ്ങൾക്ക് ഇന്നില്ല. അപ്പോൾ താത്ത അതാ എന്തോ തിന്നിട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ.
വിശന്നിട്ട് വയ്യ. കുറേ നടന്ന് കാലൊക്കെ നല്ല വേദനിക്കുന്നുണ്ട്. എന്തായാലും ഒരു വ്ളോഗ് ഒക്കെ എടുക്കും. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പുറത്തിങ്ങനെ പോകുമ്പോൾ ഫോണിലിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ ഫോൺ കോള് ചെയ്യണ പോലെ അങ്ങനെ ഒന്ന് അഭിനയിക്കുക ഒറ്റയ്ക്ക് പോകുമ്പോഴൊക്കെ. എന്നുവെച്ചാൽ അതായിരിക്കും നമ്മുടെയൊക്കെ ഒരിത്. നമ്മൾ കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അധികം അറ്റാക്കൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. ഇപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും വരുമ്പോൾ ആ കുട്ടിതാ ഇപ്പം എന്തോ വീഡിയോ എടുക്കണോ, ആർക്കോ കോൾ ചെയ്യണോ അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ പോലൊക്കെ കാട്ടി നമുക്ക് ധൈര്യം കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല. അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ വീഡിയോ ഇങ്ങനെ ഓണാക്കിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ബസ്സിൽ ഒറ്റക്കാണ്, ആരുമേ ഇല്ല. ഈ ബസ്സിൽ ആരോ കയറുന്നുണ്ടായിരുന്നു, ഇറങ്ങി പോയോ എന്തോ കേട്ടോ, ബാക്കിൽ കൂടെ കയറുന്നുണ്ടായിരുന്നു. താത്താക്ക് 2 കാലിൽ നല്ല വേദന, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. എനിക്ക് കാലിൽ തീരെ നടക്കാൻ വയ്യ. ഒന്നാമത് ഹീൽ ചെരുപ്പും, എനിക്ക് ഒന്നാമത് കാല് വേദന നല്ല വേദന ഉണ്ട്. അത് ഒന്നാം പിന്നെ ഹീലിലെ ചെരുപ്പിട്ടപ്പോൾ ഒന്നും കൂടി വേദന കൂടി. താത്താനെ കാണുന്നില്ലല്ലോ. ആ താത്ത വരുന്നുണ്ട്, അതാ വരുന്നുണ്ട്. എവിടെ ഇതോ നടന്നു വരും. കിട്ടിയാ സേവനപ്പാ വെള്ളം വാങ്ങാൻ പറഞ്ഞപ്പോ 25 രൂപ. അപ്പോൾ അതൊന്നും വാങ്ങിക്കാം, 15 രൂപ ചേർക്കണം. വെള്ളത്തിന് ദാഹിച്ചിട്ട് വയ്യ. വേറില്ല സേവനപ്പല്ലാണ്ട്. പിന്നെ എന്താ വേണ്ടി? മറ്റേ ഹാപ്പി ഫിക്സാ അങ്ങനെ എന്തോ ഉണ്ടായില്ല. എന്താണെങ്കിൽ നമ്മൾ കുടിക്കാൻ ദാഹിച്ചിട്ട് എന്തായാലും വയ്യ. അപ്പം ഞാൻ ഇതൊന്ന് കുടിക്കട്ടെ കേട്ടോ. ഫോൺ എവിടെ വെക്കും? ഇപ്പോൾ എൻ്റെ മേലെ പോയെന്നെ സേവനപ്പ്. ഇപ്പോൾ ഗായ്സ് നമ്മുടെ ബസ് 7:30 എടുക്കുക അല്ലേ താത്ത? ഒന്ന് പറയൂ. 7:20. അതെന്തോ ക്ലിയറിൻ്റെ പ്രശ്നം. 7:20 7:30 എന്നല്ലേ പറഞ്ഞു? 7:20. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗേൾസ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അല്ല, പുറത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുക, എന്തെങ്കിലും കോൾ ചെയ്യണ പോലെയൊക്കെ കാട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ആരെയും അറ്റാക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് പേടിക്കില്ലേ അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കുറേ ബോയ്സൊക്കെ ഉള്ള എവിടെയെങ്കിലും ഒന്ന് പെട്ടാൽ അങ്ങനെ ഫോൺ ചെയ്യുന്ന പോലെയൊക്കെ ഒന്ന് അഭിനയിക്കാറുണ്ട് കേട്ടോ. എപ്പോഴോ അങ്ങനെ ഒരുപാട് ഞാൻ പോയിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. രാത്രിയൊന്നുമല്ല, പകലൊരു വൈകുന്നേരം സമയത്തൊക്കെ. പക്ഷെ നമുക്ക് രാത്രിയൊന്നുമില്ല, പകലൊന്നുമില്ല നമ്മുടെ കേരളം. ബസ് എടുക്കാൻ ബസ്സുകാരൻ വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പ്രാന്താക്കട്ടെ കേട്ടോ. കാണുന്നവരൊന്നും എന്നെ പ്രാഗരുത് പ്ലീസ്. ഗേൾസ് ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ബാക്ക് എത്ര ഉണ്ട്? 1 2 എൻ്റെ തൊട്ട ബാക്കിലുണ്ടോ? അതായിരിക്കും എനിക്കെന്തോ പണി. ഇന്ന ആളെ വിശ്വസിക്കണം അങ്ങനെ ചെയ്തു. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നില്ലേ സീനത്താത്ത, നിങ്ങൾ വരുമ്പോൾ ഇല്ലേ? എനിക്കറിയില്ല. ഫ്രണ്ടിൽ ഞാൻ ആകെ കണ്ടില്ല ആ ഏട്ടനെ മാത്രം. സാജി ലക്ഷ്മിൻ്റെ അച്ഛനെ. ഇവര് മുന്നേ അവിടെ ഇല്ല. റൈഫാനാൻ്റെ ഇല്ലേ, മൂത്തുമാൻ്റെ നാത്തിൻ്റെ മകളുടെ ഭർത്താവ്. ഇവിടെ സർക്കസ് ആണല്ലേ. നോക്കൂ, നമ്മുടെ പാലക്കാട് വരുന്ന ഞങ്ങൾക്കൊന്നും വരാൻ പറ്റില്ല. ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കണ്ടില്ല. നോക്ക്, ഇവിടെ അവതാറാണ്. അവതാറിന്റെ എല്ലാം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഫുൾ അവതാരം.
നമ്മൾ വീടെത്തി. ഇപ്പൊ ഞാൻ ബാഗ് എടുത്ത് വെച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഉഷാറായിട്ട് വെച്ചിട്ട് നല്ല കാലുവേദന ഉണ്ട്. ഐസുട്ടന്റെ പുതിയ വണ്ടിയൊക്കെ വാങ്ങി. ഐസുട്ട നോക്ക്, മാമിന്റെ ബ്ലോഗ് ഉണ്ട്, നോക്ക്. ടാറ്റ പറ, ടാറ്റ എടുക്ക്. അപ്പൊ ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ്. AC കിട്ടുമ്പോ ഇവിടെ ഹാള് തണുപ്പിച്ച് വറപ്പിച്ചിട്ടുണ്ട്. എനിക്കെന്താ സർപ്രൈസ്. ചന്ദ്രനമേയിൽ ചന്ദ്രികയോ സുറുമകള്. ഓ ഫാൻ ഇട്ട് ചൂട്. അല്ലോ എന്താ ഇതിന്റെ ഉള്ളില് പുഴുങ്ങണു റബ്ബേ, നല്ല ചൂടാണ്, പുഴുങ്ങണു. ഞാന് ഇതിൻ്റെ ഉള്ളിലൊരു ഹെയർ ഓള് ഞാൻ അടച്ച് വെച്ചിരിക്കണ്. മേലെ കണ്ടോ? ഇപ്പുറത്തും ഇല്ല കേട്ടാ, ഇപ്പുറത്ത് അപ്പുറത്ത് പോയിട്ട് അടച്ച് വെച്ചിരിക്കണ്. നല്ല ചൂട് പുഴുങ്ങണുണ്ട്. എനിക്ക് പല്ല് വരും, എനിക്ക് പല്ലിനെ കാണുമ്പോൾ തന്നെ കല്ലി വരും. അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച്. പിന്നെ എന്താ പരിപാടി, ഞാൻ വേഗം പോയിട്ട് റെഡി ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട, ഈ വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഇനി വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ റൂമൊക്കെ വൃത്തിയാക്കാനുണ്ട്, ഡ്രസ്സൊക്കെ വലിച്ച് വാരിയിട്ടിട്ട് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓക്കെ ലൈക്ക് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.